ഇസ്രായേൽ അധിനിവേശത്തിന്റെ കെടുതി അനുഭവിക്കുന്ന ഗാസയിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷം. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര കൊടും പട്ടിണിയിലാണ് ആളുകൾ. പട്ടിണി മരണവും സ്ഥിരം സംഭവമാണ്. ഗാസ ഇതുവരെ ഇല്ലാത്ത കൊടും പട്ടിണിയാണ് അനുഭവിക്കുന്നത് എന്നാണ് പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തവർ പറയുന്നത്. ഒരുപാട് യുദ്ധങ്ങൾ ഗാസ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ യുദ്ധമാണിതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ ഇസ്രയേലിനെതിരെ കടുത്ത വിമർശനമാണ് UN ഉയർത്തുന്നത്. ഗാസയിലെ പലസ്തീനികൾക്ക് സഹായം എത്തിക്കുവാനുള്ള UN ശ്രമം ഇസ്രയേൽ ബോധപൂർവം തടയുകയാണ് എന്നാണ് UN ആരോപിക്കുന്നത്. പെട്ടെന്ന് പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭൂരിപക്ഷം പലസ്തീനികളും കൊടിയ ദാരിദ്ര്യത്തിൽ അകപ്പെടും എന്നാണ് UN മുന്നറിയിപ്പ് നൽകുന്നത്. വടക്കൻ ഗാസയിൽ ഭക്ഷണത്തിനായി കാത്തുനിന്ന പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ഇസ്രായേലിനെ വിമർശിച്ച് UN എത്തിയത്. ഗാസയിലെ പട്ടിണിയുടെ രൂക്ഷതയെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുന്നുണ്ട് UNന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻസ്. 23 ലക്ഷം ആളുകളാണ് ഗാസയിൽ ഭക്ഷണ ദൗർലഭ്യം അനുഭവിക്കുന്നത് എന്നാണ് UN ഏജൻസിയുടെ അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ഇല്ലാതെ ഗാസയുടെ വടക്കൻ മേഖല അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് UN ഏജൻസികൾ പറയുന്നു. മാത്രമല്ല, ഇനിയും ഗാസയിൽ സംഘർഷം തുടർന്നാൽ ഇതിലും മോശമായ അവസ്ഥയിലേക്ക് നീങ്ങുമെന്നും UN മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗാസയുടെ ജനസംഖ്യയുടെ 4/1 പട്ടിണിയിലാണെന്നും 6-ൽ 1 കുട്ടി പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും UN ഹ്യൂമാനിറ്റേറിയൻ കോഓർഡിനേറ്റർ വെളിപ്പെടുത്തുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഇതെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാൾ സ്കൗ പറയുന്നത്. നിലവിലെ സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ, ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ കൊടും പട്ടിണി പലസ്തീനികളുടെ ജീവൻ എടുക്കുമെന്നാണ് കാൾ സ്കൗ മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രായേലിന്റെ ഉപരോധവും ആക്രമണങ്ങളും ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും എത്തിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. വടക്കൻ ഗാസയിൽ ഭക്ഷണ വിതരണം 3 ആഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി 18-നാണ് പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. പ്രതിദിനം 10 ട്രക്കുകൾ എന്ന കണക്കിൽ ഒരാഴ്ച കൊണ്ട് വടക്കൻ ഗാസയിലെ നിലവിലെ സാഹചര്യം നേരിടാനാകൂ എന്നാണ് കാൾ സ്കൗ വ്യക്തമാക്കുന്നത്. എന്നാൽ ഗാസയിൽ ട്രക്കുകൾ എത്തുന്നതിന് തടസ്സം നേരിടുന്നതായും അദ്ദേഹം പറയുന്നു. ഫെബ്രുവരി 18-നും 19-നും ട്രക്കുകൾ പരിശോധനയ്ക്കായി കാലതാമസം നേരിട്ടു. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ തുടർച്ചയായ ആക്രമണങ്ങളും ട്രക്കുകൾ സുഗമമായി കടന്നുവരുന്നതിന് തടസ്സമുണ്ടാക്കിയതായും കാൾ സ്കൗ പറയുന്നു. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം 5 മാസം പിന്നിടുന്നു. ഇതുവരെ 29,878 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇതിനെല്ലാം ഒടുവിൽ ഗാസയിൽ വെടിനിർത്തലിന് അമേരിക്ക ഇപ്പോൾ വഴങ്ങിയിരിക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ചയോടുകൂടി വെടിനിർത്തൽ പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ബന്ദികളെ വിട്ടയക്കുവാനും വെടിനിർത്തലിനുമായുള്ള ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ സൈനിക പ്രതിനിധികൾ ഇപ്പോൾ ചർച്ചയ്ക്കായി ഖത്തറിലാണ്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിനും ഗാസയിൽ സഹായം എത്തിക്കുന്നതിനുമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതോടെ ഇസ്രായേലിൽ തടവിൽ കഴിയുന്ന പലസ്തീനികളും സ്വതന്ത്രരാകും. ഗാസയിലെ യുദ്ധം അപകടകരമായ അവസ്ഥയിലേക്കാണ് അടുക്കുന്നതെന്നാണ് വിവിധ മനുഷ്യാവകാശ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത്. ഈ അവസരത്തിലാണ് ഈ ആഴ്ചയുടെ അവസാനമോ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിലോ തന്നെ വെടിനിർത്തൽ പ്രതീക്ഷിക്കുന്നതായി ജോ ബൈഡൻ വ്യക്തമാക്കിയത്. റഫേൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയതിന് പിന്നാലെ അമേരിക്ക വെടിനിർത്തലിനായി ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിരുന്നു. മറ്റു രാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഇതേ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടിരുന്നു. എങ്കിലും അമേരിക്ക തന്നെയാണ് ഇസ്രായേലിന്റെ ശക്തി. മേഖലയിലുണ്ടായ യുദ്ധങ്ങളെയെല്ലാം ഇസ്രായേലിന് അതിജീവിക്കുവാനായത് അമേരിക്കയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. അമേരിക്കയുടെ നയതന്ത്ര നിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്നത് ഇസ്രായേലിന് ദോഷം ചെയ്യും. ചൊൽപ്പടിയിൽ നിൽക്കാത്ത രാജ്യങ്ങളെയൊക്കെ അമേരിക്ക തള്ളിക്കളയുകയാണ് പതിവ്. അമേരിക്കയിലെ വിവിധ വിഭാഗങ്ങളിലുള്ള മുസ്ലിം വോട്ടർമാരും യുവ വോട്ടർമാരും ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നതിന് എതിരാണ്. ഇലക്ഷൻ പ്രവചനങ്ങളിൽ വിജയസാധ്യത മങ്ങുന്ന ബൈഡന് ഇവരെ പിണക്കുവാനുമാകില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായെങ്കിലും പ്രദേശത്ത് വെടിനിർത്തലിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്.